രാവിലെ നെടുമങ്ങാട് ആ സംഭവം ഓർത്തപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ച കാര്യം എന്താണെന്നറിയാം. അതായത് ഈ ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഈ ഹാർട്ട് അറ്റാക്ക് മൂലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കിടന്ന ഭർത്താവ് മരിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എൻ്റെ ഒരു സംശയമാണ്, ഇപ്പോൾ ഈ ഒരു കുട്ടിയുണ്ടല്ലോ, ഈ എന്നാൽ അഖില എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഭർത്താവും ഇതുപോലെ തന്നെ ജീവൻ ഒടുക്കിയതാണ്. അപ്പോൾ ഇതിനെതിരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷണം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതായത് നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും, അറ്റാക്ക് മൂലം ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമല്ല, എല്ലാത്തിനും കൊറോണയുടെ പേര് പറഞ്ഞാൽ മതിയല്ലോ. അതായത് കൊറോണ വന്നപ്പോൾ മുതൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വല്ല പാലിലോ ഇല്ലെങ്കിൽ ഭക്ഷണത്തിലോ എന്തെങ്കിലും കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തതാണോ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. അതായത് ഒരു കുഞ്ഞിനോട് ഇത്രമാത്രം ഇത് ചെയ്തവൾ എങ്ങനെയായാലും ഭർത്താവിനോട് എന്താ ചെയ്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ മനോവിഷമത്തിൽ അയാൾ മരിച്ചതായിരിക്കും. ഇതുപോലെ പല കുടുംബങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ മരിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള മരണമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അങ്ങനെയുള്ള മരണങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ജീവിതത്തിൽ ഇപ്പോൾ ഒരാളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടാരടങ്ങാൻ പറ്റിയ ആൺസുഹൃത്തുക്കളെ, അതാണ് ഏറ്റവും വലിയ ശാപം എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കാറ്, എവിടെ നോക്കിക്കഴിഞ്ഞാലും ആൺസുഹൃത്തുക്കളെ ഇന്നലത്തെ സംഭവത്തിലും പറയുന്നത് എന്താ, ആൺസുഹൃത്ത്, അമ്മയുടെ ആൺസുഹൃത്ത്. ആലോചിച്ച് നോക്കറ, ഇവരെയൊക്കെ എങ്ങനെയാണ് സുഹൃത്ത് എന്ന് വിളിക്കാൻ തോന്നുന്നത്? ഇത് വെറും കാമത്തിൻ്റെ ഇത് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകരണം മാത്രമോ? അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് സുഹൃത്ത് ബന്ധമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയുന്നെടുക്കുക ആൺ സുഹൃത്ത്, അതിനിടയ്ക്ക് ഭർത്താവിന് പെൺ സുഹൃത്ത്, എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചൽ. എന്നാൽ അതിൻ്റെ ഒരു ആവശ്യം എന്നാന്ന്? അതായത് അന്യൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു സുഹൃത്തിനെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സുഹൃത്ത് ബന്ധം മണ്ണാൻ കട്ടയാന്ന്. എടോ, അവൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഈ സുഹൃത്ത് ബന്ധം ഒറ്റയൊരുത്തനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ നമുക്ക് സുഹൃത്തുക്കളോ ആൾക്കാരൊക്കെ വേണം. അതിനൊരു പരിധിയുണ്ട്. അല്ലാതെ അനാവശ്യമായിട്ട് കുറേ ആൺ സുഹൃത്ത് കുറേ പെൺ സുഹൃത്തും ഉണ്ടാക്കിയിട്ട് ഒരു മണ്ണാങ്കട്ടിയില്ല. ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സ്ത്രീയുടെ ഭർത്താവ് ചിലപ്പോഴും മരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവനുമായിട്ട് ആദ്യമേ ബന്ധമുണ്ടാകും. ആ ബന്ധം അറിഞ്ഞപ്പോഴായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരു കലഹം വന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതത്തിൽ ഇവനാണെങ്കിലും കൊടും ക്രിമിനലാണ്, പിന്നെയെന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന് അടിമയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ സ്ത്രീയെ വിവാഹം കഴിച്ച് അവരിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ജീവച്ചവമായിട്ടാണ് ഇരിക്കുന്നത് ഇവൻ്റെ മർദ്ദനം കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തനാണെന്ന് പിന്നെയും വന്നിട്ട് വിവാഹം കഴിക്കുന്ന. ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവൻ താഴ്ന്ന പുള്ളിയൊന്നുമല്ല, അവൻ വലിയ ആളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പല കുടുംബങ്ങളിലും ഇന്ന് ഈ ആൺസുഹൃത്തുക്കളും പെൺസുഹൃത്തുക്കളും കാരണം ഒരുപാട് പേരുടെ ജീവിതം നരകമാക്കുന്നുണ്ട്. അതായത് ഒരുപാട് ജീവിതമുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ 2ാം ഘട്ടമോ 3ാം ഘട്ടമോ കെട്ടിക്കോ, പക്ഷേ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ഈ ജീവിതം ഒരു 5% ആൾ മാത്രമേ സ്വന്തം മക്കളെ പോലെ നോക്കുള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കത്തില്ല. അതായത് 2ാമത്തെ സുഹൃത്തായാലോ അല്ലെങ്കിൽ മറ്റേ കല്യാണം കഴിച്ചവനായാലോ എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും ശരി 2ാം ഘട്ടത്തിലെ ആ ഒരു കുട്ടികളെ നോക്കത്തില്ല. നമ്മളൊക്കെ വിചാരിക്കും ഭയങ്കര സ്നേഹമാണ് അങ്ങനെയാണെന്നൊക്കെ അവർക്ക്. അത് ചെറിയ തുച്ഛമായ ഈ യൂട്യൂബിൽ കാണുന്നത്, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നവർക്ക് മാത്രം നല്ല സ്നേഹമായിരിക്കും. യഥാർത്ഥ ജീവിതത്തിൽ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടാണ് ഇവറ്റകളുടെ ജീവിതം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പരമാവധി 2ാം ഘട്ട് കെട്ടുമ്പോൾ കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. യൂട്യൂബിൽ കാണുന്ന ഈ പിന്നെ പ്രകസനവും കാര്യങ്ങളിലും കൊണ്ട് നിങ്ങൾ കെട്ടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ കാര്യം അധോഗതിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം കാണുന്നില്ലേ, യൂട്യൂബിലെ കല്യാണം നടത്തിയിട്ട് തിന്നാനും കുടിക്കാനും ഇല്ലാണ്ട് അനുഭവിക്കുന്നതാണെന്നില്ലേ? മക്കളൊക്കെ അവിടെ നിൽക്കുന്ന പറയുമ്പോൾ അവിടെ നിൽക്കുന്നതാണെന്നില്ലേ? എങ്ങനെ നടന്ന ഓരോരോ ആൾക്കാരാണ് തിന്നാനും കുടിക്കാനും ഇല്ലാണ്ട് ഇപ്പം മെലിഞ്ഞ് കോലം കെട്ടുപോയില്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പളവള ജീവിതങ്ങളിൽ ചില ആൾക്കാർ നമ്മളിങ്ങനെ കാണിച്ചു തരുമ്പോൾ നമ്മളെന്നാ വിചാരിക്കുക, അറിയാം ഇതന്നെയാണ് നല്ലതെന്ന്. ഇപ്പോൾ ഈ സ്ത്രീക്ക് എന്താ ഇതിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭർത്താവോ കുടുംബമോ ഒന്നും അല്ല വേണ്ടത്. ഇതിനെന്താ വെച്ചാൽ ഇതിൻ്റെ മോഹം തീർക്കാനും രതിവൈകൃതം തീർക്കാനും ഒരാൾ അത്രയേ വേണ്ടൂ. അതിനുള്ള ഒരു ഉപകരണമാണ് ഈ അസ്കർ എന്ന് പറഞ്ഞ തോന്നിയവാസി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ഒരു വലിയ കാഴ്ചപ്പാടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അതും നമ്മൾ മറക്കും. ഇടുക്കിയുള്ള ഷെഫീക്ക്, അതുപോലെ തന്നെ 2ാം ലക്ഷം ക്രൂരമായി കൊലപ്പെടുത്തി ഒരുത്തൻ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിലെറിഞ്ഞത്, ഇങ്ങനെയുള്ള എത്ര കേസുകളാണ് മക്കളെ. ഇതൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എന്നിട്ട് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ?
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയേണ്ടത്, ഒരു വലിയ ശിക്ഷയാണ് വേണ്ടത്. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അയൽവക്കത്തൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ സീരിയൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വാതിൽ കൊട്ടി അടക്കാറുണ്ട്. ഇനി അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പോയിട്ട് അന്വേഷിക്കുക. അതായത് എന്താണ് കരയുന്നത്. ഇനിയിപ്പോൾ അന്യൻ്റെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുന്നില്ല, അയ്യോ എനിക്ക് വയ്യ, എനിക്ക് കഴിയില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണെങ്കിൽ പിന്നെ നിങ്ങൾ അവരെക്കാട്ടിയും വലിയ ക്രൂരന്മാരാണ്. അതായത് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ അവിടുന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ മുത്തശ്ശി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ തോന്നിയവാസം ഇവൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും അവരുടെ കൂടെ ആ കുഞ്ഞിനെ വിട്ട ഈ മുത്തശ്ശിയായാലും മുത്തശ്ശനായാലും പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ മറ്റേവരായാലും, അതായത് ഈ പെണ്ണിൻ്റെ മാതാപിതാക്കളായാലും എല്ലാവരും ഇതിൻ്റെ അകത്ത് കുറ്റക്കാർ തന്നെയാണ്. ഇവറ്റകളെ എല്ലാത്തിനെയും പിടിച്ച് ജയിലിലിടുക വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ. കള്ളക്കണ്ണീരായി ഇന്ന് വരുന്നത് മുഴുവൻ. അതിനകത്ത് വന്നിട്ട് ഓരോന്ന് ഇന്ന് കരിഞ്ഞ് പറയുന്നുണ്ടല്ലോ. ഇതെന്താ കുറച്ച് നാൾ മുമ്പേ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മിണ്ടാപ്രാണിയെ നിങ്ങൾ ആലോചിച്ച് നോക്കറാ. കുറച്ച് നാൾ മുമ്പേ ഈ വർത്താനം കുറച്ച് നാൾ മുമ്പേ ആണെങ്കിലോ ആ കൃത്യമായിട്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചൂടെ? ഇമാതിരി ഈടെ വന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ട് പ്രസംഗിക്കാൻ 500 ആൾക്കാരുണ്ടല്ലോ. ഇത് എവിടുത്തെ ഇതാണ്? ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ അവനെ തെളിവെടുപ്പിന് വന്നപ്പോൾ കണ്ടു എല്ലാവരും ആക്രോശിച്ചുകൊണ്ട് അഴാ എന്നെല്ലാം പറയുന്നത് കേട്ടല്ല. അതെന്താ നിങ്ങൾക്ക് ആദ്യം എന്താ നിങ്ങൾ നാക്കിറങ്ങിപ്പോയിനാ? ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓൻ്റെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത് നോക്കണം. ഇന്ന് മലയാളികൾക്ക് ഇല്ലാത്തത് അതാണ്. കാരണം എന്ന് വെച്ചാൽ വലിയ മതിലല്ലേ കെട്ടിവെച്ചിരിക്കുന്നത്. കുറേയെല്ലാം മനസ്സിലായത് ആ പാണ്ടനാട് വെള്ളം കയറിയപ്പോഴാണ്. അതിന് 2 ആൾ പൊക്കത്തിൽ പിന്നെ മതിൽ കെട്ടി വെച്ചിട്ട് രക്ഷിക്കുക എന്ന് പറയുമ്പോഴേക്ക് ഇവിടെ ബോട്ട് കൊണ്ടുപോകാൻ സ്ഥലമുണ്ടായിരുന്നാ? ഇതെന്തിനാ ഇങ്ങനെയുള്ള മതിൽ? എനിക്കതാ മനസ്സിലാകാത്തത്. വല്ല വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിൽ കള്ളന്മാരുടെ ശല്യം കൊണ്ടാന്ന് പറയും. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെ ശല്യത്തിനൊന്നുമല്ല, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ മതിലും കെട്ടി വെച്ചിരിക്കുക. അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് ഒരു കുഞ്ഞിന് പോലും അറിയത്തുമില്ല. അതുകൊണ്ട് ഞാൻ പറയാ, ഈ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രഹസനവും നീതി വാങ്ങിച്ചു കൊടുക്കലും ഒന്നുമല്ല വേണ്ടത്. അതിന് മുന്നെയാണ് നീതി വേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ ആശാ വർക്കർമാരെയും മറ്റേവരൊക്കെ ഉണ്ടല്ലോ, ഓരോ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലും പോയിട്ട് അന്വേഷിക്കണം. അതാ വേണ്ടത്. അതായത് ഒരു 10-15 വയസ്സ് താഴെയില്ല, ഇല്ല ഒരു 10 വയസ്സിന് താഴെയില്ല കുഞ്ഞുങ്ങളുടെ ആ വീടുകളുടെ ലിസ്റ്റ് മുഴുവൻ എടുക്കണം. എന്നിട്ട് അവരോട് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതുമാത്രമല്ല ഓരോ ആഴ്ചയിലെങ്കിലും പോയിട്ട് ഓരോ കുഞ്ഞിനെ കാണണം. അതല്ലേ വേണ്ടത്. ഇതൊന്നും നടക്കാതെ ഞങ്ങൾക്കും വേണം പൈസ എന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയാൽ ശരിയാവുക? അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു നല്ല കാര്യങ്ങൾക്ക് ഇനിയുള്ള ഗവൺമെൻറ്റുകൾ നീങ്ങട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ട് നീതി വേണം എന്ത് വാങ്ങാത്തൊലിക്കുന്ന എനിക്ക് മനസ്സിലാകാത്തത്. അത് അനുഭവിക്കേണ്ടത് അനുഭവിച്ച് അതിന് ജീവനും പോയി, അത് ഈ ലോകത്തുനിന്നേ പോയി. ഇനി നിങ്ങൾ ആർക്കാ നീതി വാങ്ങിച്ചു കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി എത്ര ആൾക്കാരുണ്ട്? കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്താ ചെയ്യുക? ജയിലിൽ പിടിച്ചിടും. ജയിലിൽ കുറേ നാൾ കിടന്നാൽ ഇപ്പം കാണുന്നില്ലേ, കാരണപൂർവ്വം കേസിലെ ആ സ്ത്രീയെല്ലാം കാണുന്നില്ലേ, അതിനെ പുറത്ത് വന്നില്ലേ? അത് കുറേ കൂടി വന്നാൽ നിങ്ങൾ ജയിലിൽ പിടിച്ചു തരും. അതിൻ്റെ ആണെന്ന് ബിരിയാണിയോ എന്തെങ്കിലും വെക്കാൻ ആക്കുക, അത്രയല്ലേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും പോകുന്നില്ല. അത് ഇവന്മാർക്കും അറിയാം. ഇപ്പോഴത്തെ കുറ്റവാളികൾക്ക് എന്ന് പറഞ്ഞാൽ ഭയം എന്ന് പറയുന്ന ഒരു സാധനമില്ല. എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും ഇത് ശിക്ഷിക്കാനും പോകുന്നില്ല. ഇനി ശിക്ഷിച്ചാൽ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ നാൾ എടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര ധൈര്യം തന്നെയാണോ? ഇതൊന്നും പറയാൻ കഴിയില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും ഇത് ഇതേപോലെ തന്നെയാണ്. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട.